ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കണ്ണൂർ എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കി പ്രദേശവാസിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്ന പ്രദേശമാണെന്ന് മരിച്ച വേലായുധന്റെ അയൽവാസി സീന പറഞ്ഞു. നേരത്തെ ബോംബുകൾ കണ്ടെത്തിയപ്പോൾ പാർട്ടിക്കാർ പോലീസിനെ അറിയിക്കാതെ അത് എടുത്തുമാറ്റി. ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാതിരിക്കുന്നതെന്നും സീന പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമെന്നാണ് CPM-ന്റെ മറുപടി. സീന കോൺഗ്രസ് അനുഭാവിയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും CPIM നേതാവും എരഞ്ഞോളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ AK രമ്യ മറുപടി പറഞ്ഞു. നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ച് നിൽക്കും. ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വന്നാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നത്. വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വിട്ടാക്കും. ഈ വീടിൻ്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അമ്മ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കണ്ടായിരുന്നു. ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞത് കാരണം ഇപ്പം ഞങ്ങളുടെ വീടിന് ബോംബ് ഇത് ആരും പേടിക്കണേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ കാല് വെട്ടിയിട്ട് BJP-കാരനങ്ങനെ ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളും എല്ലാവരും മനുഷ്യരല്ലേ. ബോംബ് വീണല്ലേ ഒരാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്ത് ആർക്കും അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. അല്ലാതെ ഒരു ബോംബ് നിർമ്മിക്കുന്ന ഹബ്ബുകളായിട്ട് അവിടെയുള്ള ഒഴിഞ്ഞ വീടുകൾ മാറുന്നു എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇത് പൂർണ്ണമായിട്ടും കണ്ണൂരിനെ, തലശ്ശേരിയെ, എരഞ്ഞോളിയെ, ഒരുപക്ഷെ കൊടക്കളത്തെ രാഷ്ട്രീയമായിട്ട് മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേസമയം കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ നിയമസഭയിൽ സർക്കാരിനെയും CPM-നെയും കടന്നാക്രമിക്കുകയായിരുന്നു പ്രതിപക്ഷം. ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി സ്മാരകം നിർമ്മിക്കുകയാണ് എന്നായിരുന്നു പ്രധാന വിമർശനം. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ തിരിച്ചടിച്ചു. കണ്ണൂർ തലശ്ശേരി എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികനായ വേലായുധൻ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തലശ്ശേരിയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സണ്ണി ജോസഫ് ആരോപിച്ചു. CPIM-ന് നിലവിലെ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ബോംബ് ചിഹ്നമാക്കാമെന്ന് പരിഹാസം. ഇത് CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായുള്ള കാര്യമാണ്. കണ്ണൂരിലെ CPIM ബോംബ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറഞ്ഞ സണ്ണി ജോസഫിന് സ്പീക്കറുടെ താക്കീത്. ഇതെല്ലാം 10-15 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയലെല്ലാം 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. തലശ്ശേരിയിലെ സംഭവത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. കണ്ണൂരിൽ പോലീസ് പരിശോധന ഊർജിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്ന് തിരിച്ചടിച്ചു. പഴയ ചരിത്രം പരിശോധിച്ചാൽ ഇവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക സാഹചര്യത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുതെന്ന നിർദ്ദേശം സർക്കാർ നൽകണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ
പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ പരാമർശം വിവാദമായി. കൊല്ലപ്പെട്ടത് ചെറുപ്പക്കാരനല്ലല്ലോ, വൃദ്ധനല്ലേ എന്നായിരുന്നു പരാമർശം. വിവാദമായതോടെ വിശദീകരണവുമായി കെ സുധാകരൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും അദ്ദേഹം നടത്തി. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണാം. ആ ശരി, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല. ചെറുപ്പക്കാർ മരിച്ച ഈ കഴിഞ്ഞതെല്ലാം ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു, എത്ര ചെറുപ്പക്കാരെ CPM കൊന്നു. ഈ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തക നേതാക്കന്മാരെ അവരെത്ര എണ്ണത്തിന് ബോംബ് പൊട്ടിച്ച് മരിപ്പിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാർ കുറേ ആളുണ്ട് ജീവിക്കുന്നത്. അത്രേ അതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ, അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ, അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണോ ആളുകളെ പേര് ഇനിയും? മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? കെ സുധാകരൻ ആ റെക്കോർഡില്ല. മനസ്സിലായോ? ഈ DCC ഓഫീസിൽ ബോംബ്, ആ DCC ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്നില്ല. CPM-ന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്നാ ബോംബ് പിടിച്ചത്? DCC ഓഫീസിൽ നിന്ന് എവിടുന്നാ ബോംബ് പിടിച്ചത്? മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അതിനാ പറയുന്നത് അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കരുത്. അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണി മാറണമെന്ന് CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ല എന്നാണ് വിലയിരുത്തൽ. യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു. പാലക്കാട് ജില്ലാ കൗൺസിലിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന പൊതു അഭിപ്രായം CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിലും ഉയർന്നു. എന്നാൽ ഒരു പടി കൂടി കടന്ന് മുന്നണി മാറ്റത്തിന്റെ ചർച്ചയും ഉണ്ടായി. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന CPI കേരളത്തിലും അത് തുടരണമെന്നായിരുന്നു പൊതുവികാരം. CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി. കേരള കോൺഗ്രസ് M വന്നതുകൊണ്ട് LDF-ന് ഗുണമുണ്ടായില്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് M-ന് അമിത പ്രാധാന്യം CPIM നൽകുന്നുവെന്നും വിമർശനം. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിന് പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിലും സമാന അഭിപ്രായമാണ് ഉയർന്നത്. LDF ജനങ്ങളിൽ നിന്ന് അകന്നെന്നും ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി നൽകാൻ കഴിയാത്തത് തിരിച്ചടിയായെന്നുമായിരുന്നു വിമർശനം. 24 ഇടുക്കി. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം പിന്നാക്ക സമുദായത്തിന്റെ വോട്ട് ചോർന്നതാണെന്ന് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന AM ആരിഫ്. മുസ്ലിം സമുദായത്തിൽ ചിലർ വർഗീയമായി ചിന്തിച്ചതുകൊണ്ട് ആ വോട്ടും നഷ്ടപ്പെട്ടു. G സുധാകരൻ ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ പാർട്ടി പരിഹരിക്കണമെന്നും AM ആരിഫ് 24-നോട് പറഞ്ഞു. 9 വർഷം മുൻപെഴുതിയ ഞാൻ എങ്ങനെ മിണ്ടാപ്രാണിയായി എന്ന കവിത AM ആരിഫ് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. തോറ്റു തുന്നമ്പാടിയിരുന്നപ്പോൾ കവിതയ്ക്ക് കാലിക പ്രസക്തി ഉണ്ടെന്നൊരു തോന്നൽ എന്ന ആമുഖത്തോടെയാണ് കവിത പങ്കുവച്ചത്. മതസാമുദായിക സംഘടനകളുടെ വർഗീയ നിലപാടിനെ വിമർശിക്കുന്ന കവിത ഓർത്തെടുത്തതിനെക്കുറിച്ച് AM ആരിഫ് പറയുന്നത് ഇങ്ങനെ: പിന്നോക്ക സമുദായ വിഭാഗങ്ങളുടെ വോട്ട് വൻതോതിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ചോർന്നതാണ് പരാജയത്തിന്റെ കാരണമെന്ന നിലയിലാണ് പ്രാഥമികമായ വിലയിരുത്തലുകളെല്ലാം വന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ മറ്റ് സമുദായങ്ങളിൽ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതും കിട്ടിയിട്ടില്ല. കുറേ എല്ലാ സമുദായങ്ങളും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ച പോലെ മുസ്ലിം സമുദായം വർഗീയമായി ചിന്തിച്ച് നമുക്ക് വോട്ട് ചെയ്തിട്ടുമില്ല. അവർ മോഡി മാറണമെന്ന് കരുതിയുണ്ട്. അപ്പോൾ ഓരോരോ പ്രതീക്ഷകളെല്ലാം വിവിധ സമുദായങ്ങളെ സംബന്ധിച്ച് വെച്ചു പുലർത്തിയ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. CPIM-ന് ന്യൂനപക്ഷ പ്രീണനമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന് ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്ന് AM ആരിഫ്. മോദി മന്ത്രിസഭ അഴിമതി മുക്തമാണെന്ന G സുധാകരന്റെ പരാമർശത്തിൽ മറുപടി പറയേണ്ടത് പാർട്ടിയാണ്. എന്നാൽ പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന ആക്ഷേപം ശരിയാണെന്നും പോരായ്മകൾ പരിഹരിക്കാനാണ് പാർട്ടി ശ്രമിക്കേണ്ടതെന്നും AM ആരിഫ് പറഞ്ഞു. അദ്ദേഹം നേരത്തെയും ഇമാതിരിയുള്ള ധാരാളം വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ്. ആ വീക്ഷണത്തിന് ഞാനും മറുപടി പറയാൻ തയ്യാറല്ല. മറുപടി പറയേണ്ടത് പാർട്ടിയാണ്. അദ്ദേഹം ഇപ്പോഴും പാർട്ടി അംഗമാണ്, പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്, ഞങ്ങളെല്ലാം നേതാവാണ്. അപ്പം അദ്ദേഹത്തിന് പറഞ്ഞതിനെ തെറ്റും ശരിയും സംബന്ധിച്ച് പാർട്ടിക്കകത്താണ് എൻ്റെ അഭിപ്രായം പറയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടിക വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടമായെന്നാണ്
CPIM നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 24 ആലപ്പുഴ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. തമിഴ്നാട് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തം. 13 പേർ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. 90-ലധികം പേർ ചികിത്സയിലുണ്ട്. വ്യാജമദ്യം വിറ്റ് 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൽ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റി. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്തു. വ്യാജമദ്യം കുടിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു എന്നാണ് തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. കേസ് CBCID അന്വേഷിക്കും. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മനേഷ്, ഓരോ മണിക്കൂറിലും 2-3 എന്ന നിലയിൽ പുതിയ കേസുകൾ അല്ലെങ്കിൽ മരണക്കണക്ക് വർദ്ധിക്കുകയാണ്. എന്താണ് ഒടുവിലത്തെ വിവരം? പരിക്കേറ്റ ആശുപത്രിയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമെന്ന് തമിഴ് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? വിജയകുമാർ, കള്ളാക്കുറിച്ചിയിലും അതുപോലെ തന്നെ സേലം, വിഴിപ്പുരം, പുതുച്ചേരി, ജിപ്മർ ഇങ്ങനെ 4 ആശുപത്രികളിലായാണ് ഇപ്പോൾ ഈ പറഞ്ഞ ചികിത്സയിലുള്ള ആളുകൾ കഴിയുന്നത്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഓരോ മണിക്കൂറിലും പുതിയ മരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് രാവിലെ 2 പേർ മരിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ മരണം 13 നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കള്ളാക്കുറിച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 2 പേരാണ് അല്പസമയം മുമ്പ് മരിച്ചത്. അതിനു മുമ്പ് സേലം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ ഓരോ മണിക്കൂറിലും മരണം കൂടുന്നു എന്നുള്ളതാണ് വളരെ ആശങ്കയായി കാണേണ്ട ഒരു കാര്യം തന്നെ. ഏകദേശം 90ഓളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ, ഇപ്പൊ കള്ളാക്കുറിച്ചിയിൽ മാത്രം നമ്മൾ എടുത്താൽ 63 പേർ കള്ളാക്കുറിച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പുതുച്ചേരി ജിപ്മറിലാണെങ്കിൽ 16 പേരുണ്ട്. അതുപോലെ തന്നെ വിഴിപ്പുരത്താണെങ്കിൽ 13 പേര് ചികിത്സയിലുണ്ട്. അതുപോലെ തന്നെ സേലത്താണെങ്കിലും ആളുകൾ ചികിത്സയിലുണ്ട്. അങ്ങനെ 4 ആശുപത്രികളിലായാണ് ഇപ്പോൾ ആളുകൾ ചികിത്സയിലുള്ളത്. ഇന്ന് രാവിലെയാണ് അവശ നിലയിൽ ഇവരെ എല്ലാം തന്നെ കണ്ടെത്തുന്നതും 2 മരണങ്ങൾ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് പ്രദേശത്ത് വ്യാപകമായി തന്നെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, പലർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും 90-ലധികം പേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ എന്താണ് മരണ കാരണമെന്ന് പറയാൻ സാധിക്കൂ എന്ന് ആവർത്തിക്കുന്നുണ്ട്. സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ അതേ നിലപാടിൽ തന്നെയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാത്രിയിൽ കള്ളാക്കുറിച്ചി സർക്കാർ ആശുപത്രിയിൽ മരിച്ച 7 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിൽ മാത്രമേ എന്താണ് കൃത്യമായ കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായാലും നൽകിയിട്ടുണ്ട്. കള്ളാക്കുറിച്ചിയിൽ ഇപ്പോൾ മരിച്ച 7 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുമുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. SP-യെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കളക്ടറെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഈ മേഖലയിലുള്ള കാരുണ്യപുരം എന്ന് പറയുന്ന മേഖലയിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള 9 പോലീസുകാരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, സ്ഥലം മാറ്റിയിട്ടുണ്ട്, അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നടപടികൾ കൂടി എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഓരോ മണിക്കൂറിലും ഈ ആശങ്ക വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 90ഓളം പേര് ഇപ്പോഴും വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുമുണ്ട്. വിജയകുമാർ. 90-ലധികം ആളുകൾ ചികിത്സയിലുണ്ട്. പലരുടെയും നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. വ്യാജമദ്യ ദുരന്തമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത്ര സംശയമുണ്ട് എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കേസിന്റെ അന്വേഷണം CBCIDക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ മണിക്കൂറുകളിലും എന്നാണ് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാകണം സ്പെഷ്യൽ ഓഫീസർ. മൂന്നാർ ഉൾപ്പെടെ 15 പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മൂന്നാർ കയ്യേറ്റ വിഷയം പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന്റേതാണ് ഈ ഇടക്കാല ഉത്തരവ്. ഇടുക്കിയിലെ പട്ടയ വിതരണം, വ്യാജ പട്ടയം നൽകിയ സംഭവങ്ങൾ, റവന്യൂ രേഖകളിലടക്കം കൃത്രിമം നടത്തിയ കാര്യങ്ങൾ തുടങ്ങിയവ പരിശോധിക്കാനാണ് സർക്കാർ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കേണ്ടത്. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിന് മുകളിലോ റാങ്കുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസർ. സ്പെഷ്യൽ ഓഫീസർക്ക് റവന്യൂ വകുപ്പും പോലീസും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി. പട്ടയങ്ങളുടെ ആധികാരികത അടക്കമാണ് സ്പെഷ്യൽ ഓഫീസർ പരിശോധിക്കേണ്ടത്. വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച രീതികളൊക്കെ സമാനമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി റവന്യൂ ഉദ്യോഗസ്ഥരടക്കം പിന്നിലുണ്ടെന്നും വിലയിരുത്തി. മനോഹരമായ വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി നശിപ്പിക്കുകയാണെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, S മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ദേവികുളം പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം
നിർത്തിവെക്കാൻ ഉത്തരവിട്ട കോടതി പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണവും തേടി. മൂന്നാറിലും മറ്റ് 15 പഞ്ചായത്തുകളിലും നിർമ്മാണങ്ങൾ നിയന്ത്രിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അനധികൃത നിർമ്മാണം തടയുന്നതിനു വേണ്ടിയുള്ള മുൻ ഉത്തരവുകൾ എന്തുകൊണ്ട് സർക്കാർ നടപ്പാക്കിയില്ലെന്ന് ചോദ്യമുന്നയിച്ച കോടതി ഹിൽ ഏരിയ അതോറിറ്റി രൂപീകരിക്കാത്തതിലടക്കം സർക്കാരിനോട് വിശദീകരണം തേടി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പത്തനംതിട്ട കൊടുമണ്ണിൽ റോഡ് കയ്യേറ്റത്തെ ചൊല്ലി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാനെത്തിയ ജോർജ് ജോസഫിനെ പ്രവർത്തകർ തടഞ്ഞു. ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് വേണ്ടി സംസ്ഥാന പാതയോട് ചേർന്ന ഓടയുടെ ഗതി മാറ്റിയെന്ന വിവാദത്തെ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ. പത്തനംതിട്ട കൊടുമൺ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിനോട് ചേർന്ന ഓടയുടെ ഗതി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി മാറ്റിയെന്നാണ് ആരോപണം നിഷേധിച്ച ജോർജ് ജോസഫ് സ്ഥലത്തെ കോൺഗ്രസ് ഓഫീസ് പുറമ്പോക്കിലാണെന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു. രാവിലെ 11 മണിയോടെ കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് റവന്യൂ വിഭാഗം അളന്നു തുടങ്ങി. ഇതിനിടെ ജോർജ് ജോസഫിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവും കൊടുമൺ പഞ്ചായത്ത് അംഗവുമായ അജികുമാർ രണ്ടാംകുറ്റി രംഗത്തെത്തി. സർക്കാർ സോഴ്സുകൾ, സർക്കാർ സംവിധാനം മൊത്തം ഒരു സംസ്ഥാന മന്ത്രിയുടെ ഭർത്താവിന് അനുകൂലമായി നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. അത് സർക്കാർ സംവിധാനം ഏതൊക്കെ തരത്തിൽ കൂടെ ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു കാരണവശാലും ഈ അളവിൽ ഒരു നീതി പ്രതീക്ഷിക്കുന്നില്ല. വെല്ലുവിളി ഏറ്റെടുത്ത ജോർജ് ജോസഫ് സ്ഥലത്തെത്തി. ആദ്യം തന്റെ കെട്ടിടത്തിന് മുന്നിലെ റോഡ് അളന്നു. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാനെത്തിയതോടെ തർക്കമായി. അതെ, കോൺഗ്രസ് ആരോപണം തെളിഞ്ഞാൽ തന്റെ കെട്ടിടമടക്കം വിട്ടു നൽകാമെന്ന ജോർജ് ജോസഫ്. ഞാൻ ആരുടെയും ഓഫീസ് അളക്കാൻ ചെന്നില്ലല്ലോ. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? ഞാൻ ഈ കെട്ടിടം പൂർണ്ണമായി അവരുടെ പേരിൽ നൽകിയേക്കാം. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഡ്രെയിനേജിന് പുറത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെതല്ല, PWDയുടെയാണ്. അവർക്ക് അതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിലും ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. റോഡ് അളക്കാൻ ജോർജ് ജോസഫിന് അധികാരം നൽകിയത് ആരാണെന്ന് ചോദിച്ച കോൺഗ്രസ് പ്രവർത്തകർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അളക്കുന്നതിൽ പ്രശ്നമില്ലെന്നും വ്യക്തമാക്കി. 23 മീറ്റർ വീതി വേണ്ട റോഡിന് കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ 15 മീറ്റർ വീതി മാത്രമാണെന്ന് ജോർജ് ജോസഫ് ആരോപിച്ചു. ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ നേതൃത്വത്തിൽ പുറമ്പോക്ക് ഭൂമി അളന്നു തിട്ടപ്പെടുത്താനുള്ള നടപടി തുടരുകയാണ്. ജിബിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. പിറന്നാൾ ദിനത്തിൽ രാഹുൽ ഗാന്ധിക്ക് AICC ആസ്ഥാനത്ത് ഉജ്ജ്വല വരവേൽപ്പ്. പാർട്ടി ആസ്ഥാനത്തെത്തി രാഹുൽ കേക്ക് മുറിച്ചു. മധുരം വിതരണം ചെയ്ത് പ്രവർത്തകർ രാഹുലിന്റെ പിറന്നാൾ ആഘോഷമാക്കി. രാഹുലിന്റെ പിറന്നാൾ പ്രമാണിച്ച് രാവിലെ മുതൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് AICC ആസ്ഥാനത്തെത്തിയത്. പതിവ് പിറന്നാൾ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഇക്കുറി AICC ആസ്ഥാനത്തെത്തിയതോടെ ആവേശം ഇരട്ടിയാക്കി. AICC ആസ്ഥാനത്തെ ആഘോഷം ഉപേക്ഷിച്ച് ചേരികളിലെത്തി അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനായിരുന്നു രാഹുൽ പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം. എന്നിട്ടും പ്രവർത്തകരും നേതാക്കളും പിറന്നാൾ ആഘോഷമാക്കാൻ തീരുമാനിച്ചതോടെയാണ് രാഹുൽ AICC ആസ്ഥാനത്തെത്തിയത്. യോഗം കഴിയും വരെ രാഹുലിനായി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകർ കാത്തുനിന്നു. നഷ്ടപ്രതാപത്തിൽ നിന്ന് കോൺഗ്രസിന്റെ തിരിച്ചുവരവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള രാഹുലിന്റെ വരവും 54ാം പിറന്നാൾ രാഹുലിന് ഇരട്ടി മധുരമാക്കും. 24, ഡൽഹി. RSSന്റെ ദേശീയ സംഘ് പരിവാർ യോഗം കേരളത്തിൽ നടത്താൻ തീരുമാനം. ഓഗസ്റ്റ് 31 മുതൽ 3 ദിവസം പാലക്കാട് നടക്കുന്ന യോഗത്തിൽ BJP, BMS ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘപരിവാർ സംഘടനകളുടെയും ദേശീയ നേതാക്കൾ പങ്കെടുക്കും. RSS മേധാവി മോഹൻ ഭാഗവത്, BJP അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെ പ്രധാന നേതാക്കൾ യോഗത്തിനെത്തും. BJPയുടെ നയങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികളും ഉൾപ്പെടെ ചർച്ചയാകും. തെരഞ്ഞെടുപ്പിൽ BJPയുടെ തിരിച്ചടിക്കും രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കും ശേഷം നടക്കുന്ന ആദ്യ ദേശീയ പരിവാർ യോഗമാണിത്. അഖിലേന്ത്യാ പരിവാർ സമന്വയ ബൈഠക് എന്നറിയപ്പെടുന്ന യോഗം RSS ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ TDPയെ അനുനയിപ്പിക്കാൻ തന്ത്രങ്ങളുമായി BJP. NT രാമറാവുവിന്റെ മകളും BJP ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷയുമായ D പുരന്ദരേശ്വരിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്തവണ യോഗാ ദിനം ജമ്മു കാശ്മീരിൽ സംഘടിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് രാജ്യത്തിന് സമർപ്പിക്കുന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തത്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ദൗത്യ മേധാവികൾ സംബന്ധിച്ച ചടങ്ങിൽ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു.
370 അനുച്ഛേദം റദ്ദാക്കിയതോടെ ജമ്മുകശ്മീരിൽ സമാധാന ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന സന്ദേശം നൽകാൻ യോഗാ ദിനം ഇത്തവണ ജമ്മുകശ്മീരിൽ സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി മടക്കി നൽകുന്ന പ്രഖ്യാപനം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് വിവരം. ജമ്മുകശ്മീർ യോഗാ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടന വേദിയാകുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശവും പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. സ്പീക്കർ വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ പുരന്തേശ്വരിയുടെ പേരിന് സാധിക്കുമെന്നാണ് BJPയുടെ നിഗമനം. ND രാമറാവുവിന്റെ മകൾ കൂടിയാണ് പുരന്തേശ്വരി. അവർ BJP ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷയായും ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഈ മാസം 26-നാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 24 ഡൽഹി. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ ഏറ്റുമുട്ടലിനിടെ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഒരു പോലീസുകാരന് പരിക്കേറ്റു. മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ബാരാമുള്ളയിലെ ഹാദിപ്പോര മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് 2 ഭീകരരെ സംയുക്ത സേന വധിച്ചത്. ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സുരക്ഷാ സേനയും തിരച്ചിൽ ആരംഭിച്ചതിനു പിന്നാലെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. മേഖലയിൽ കൂടുതൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീനഗർ സന്ദർശനത്തിന് ഒരു ദിവസം മുൻപാണ് ജമ്മു കശ്മീരിൽ ഏറ്റുമുട്ടൽ നടന്നത്. ഭീകരരുടെ ഭാഗത്തും തുടർച്ചയായി ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കശ്മീരിലെത്തുന്ന പ്രധാനമന്ത്രി 1500 കോടി രൂപയുടെ 84 വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 24 ഡൽഹി. രാജ്യത്തെ 14 കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് 117 രൂപ കൂട്ടി 2300 രൂപയാക്കി. റാഗി, ചോളം, പരുത്തി എന്നിവയുടെ താങ്ങുവിലയും വർദ്ധിപ്പിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന സമ്പൂർണ്ണ വർധനയാണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഓഫ് ഷോർ കാറ്റാടി ഊർജ്ജ പദ്ധതിക്കും മഹാരാഷ്ട്രയിൽ ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് തുറമുഖ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. 2024-25 ഖാരിഫ് വിള സീസണിൽ നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് 117 രൂപ വർദ്ധിപ്പിച്ചു. 2300 രൂപയാണ് പുതിയ മിനിമം താങ്ങുവില. റാഗി, ബജ്ര, ജോവർ, ചോളം, പരുത്തി എന്നിവ ഉൾപ്പെടെ 14 കാർഷികോൽപ്പന്നങ്ങളുടെ മിനിമം താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വരുന്നതാണ് MSP എന്നും മുൻ സീസണിനേക്കാൾ 35,000 കോടി രൂപ വർധനവുണ്ടായെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഖരീഫ് സീസൺ के लिए 14 क्रॉप्स पे मिनिमम सपोर्ट प्राइस आज कैबिनेट ने अप्रूव किया है. पैडी का नया MSP खरीफ के लिए 2,300 रुपीज डिक्लेयर किया गया है, विच इज 117 रुपीज इंक्रीमेंट ओवर द प्रीवियस MSP. തമിഴ്നാട്ടിലും ഗുജറാത്തിലും രാജ്യത്തെ ആദ്യ ഓഫ് ഷോർ കാറ്റാടി ഊർജ്ജ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. 500 മെഗാവാട്ട് വീതമുള്ളതാണ് പദ്ധതികൾ. മഹാരാഷ്ട്രയിൽ ബധവൻ ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് മേജർ പോർട്ട് പദ്ധതിയും മന്ത്രിസഭ അംഗീകരിച്ചു. ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും സംയുക്തമായാണ് പദ്ധതി. വാരണാസി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലും റൺവേ വിപുലീകരണം ഉൾപ്പെടെ 2869.65 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്രം അംഗീകാരം നൽകി. 24 ഡൽഹി. തിരുവനന്തപുരത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ ബിനോയ് പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി. പ്രതി പെൺകുട്ടിയെ വാട്സാപ്പിലൂടെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകളും പോലീസിന് കിട്ടി. ബിനോയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. +2 വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഇന്നലെയാണ് സുഹൃത്ത് ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരമാണ് പോലീസിന് കിട്ടിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ ബിനോയ് പല സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു. പ്രായപൂർത്തിയാകും മുമ്പായിരുന്നു പീഡനം. ഇതിന്റെ വിവരങ്ങളും ബിനോയുടെ ഫോണിൽ നിന്ന് പോലീസിന് കിട്ടി. പെൺകുട്ടിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും പോലീസ് വീണ്ടെടുത്തു. ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ബന്ധം അവസാനിച്ചതിന് പിന്നാലെ പെൺകുട്ടി സൈബർ ആക്രമണം നേരിട്ടിരുന്നതായുള്ള കമന്റുകളും സൈബർ സംഘം വീണ്ടെടുത്തു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. പ്രതിയുടെ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കും. പോക്സോ, ആത്മഹത്യാ പ്രേരണാ കുറ്റങ്ങൾ ചുമത്തിയാണ് ബിനോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2 ദിവസത്തിന് ശേഷം കസ്റ്റഡിയിലെടുക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ ഇന്നും വ്യാപക പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിലായിരുന്നു ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രതിഷേധം. വെള്ളിയാഴ്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം നടക്കും. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ പ്രതിഷേധം കെട്ടടങ്ങുന്നില്ല.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. പരീക്ഷ വീണ്ടും നടത്തണമെന്നും ആവശ്യമുയരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധത്തിനൊടുവിൽ 3 പ്രവർത്തകർക്ക് സന്ദർശനത്തിന് മന്ത്രി അനുമതി നൽകി. ये हम लोग 2 डिमांड्स के साथ यहाँ पे आए हैं. एक तो नीट का जो एग्ज़ाम जिसमें एक बड़े व्यापक स्तर पे जो धांधली सामने आई है उसको फिर से रिकंडक्ट करवाया जाए. दूसरी जो डिमांड है, जो लंबे समय से हम लोगों की डिमांड है कि NTA को स्क्रैप किया जाए. നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസും. വെള്ളിയാഴ്ച PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. 24 ഡൽഹി. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമാണ്. 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം 32,410 വിദ്യാർത്ഥികളാണ് അവസരം കാത്തുനിൽക്കുന്നത്. +1 പ്രവേശനം ഈ മാസം 21-ന് തന്നെ പൂർത്തിയാകും. 24-ന് ക്ലാസ് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു KSU നടത്തിയ മാർച്ചിൽ പലയിടത്തും സംഘർഷമുണ്ടായി. +1 3ാം ഘട്ട അലോട്ട്മെന്റ് ആണ് ഇന്ന് പൂർത്തിയായത്. ഇനി ശേഷിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. 82,446 വിദ്യാർത്ഥികളാണ് ഇത്തവണ മലപ്പുറം ജില്ലയിൽ ഏകജാലകം വഴി +1 സീറ്റിനായി അപേക്ഷിച്ചത്. ജില്ലയിലെ ആകെയുള്ള മെറിറ്റ് സീറ്റുകളുടെ എണ്ണം 50,080 ആണ്. ഇതിലേക്ക് 3ാം ഘട്ടമായി 50,036 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനത്തിന് അവസരം ലഭിച്ചത്. ഇനിയും അവസരത്തിനായി കാത്തിരിക്കുന്നത് 32,410 വിദ്യാർത്ഥികൾ. എന്നാൽ മെറിറ്റിൽ ശേഷിക്കുന്നത് 44 സീറ്റുകൾ മാത്രം. ഈ മാസം 24-ന് ക്ലാസ് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. മുഖ്യ അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം 21-ന് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജൂൺ മാസം 24-ാം തീയതി ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനിടെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാടും കണ്ണൂരും KSU കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മാനേജ്മെന്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി കോട്ടകളിൽ ഇനി 6,437 സീറ്റുകളാണ് ബാക്കിയുള്ളത്. ഇതുൾപ്പെടെ പരിഗണിച്ചാലും 25,973 വിദ്യാർത്ഥികളുടെ തുടർ പഠനം പ്രതിസന്ധിയിലാണ്. 24 മലപ്പുറം. തെലങ്കാനയിലെ സിദ്ദിപ്പേട്ടിലുള്ള RVM കോളേജിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പായി. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച 14 ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ച സംഘവും മലയാളി അസോസിയേഷൻ ഭാരവാഹികളും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമുണ്ടായത്. 24 ഇമ്പാക്ട്. ഞങ്ങളുടെ ഇന്റേണൽ മാർക്ക്, ഞങ്ങളുടെ പ്രാക്ടിക്കൽസ്, ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം മാർക്ക് വെച്ച് ഞങ്ങളെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യണം. മാത്രമല്ല ഫോൺ മൊത്തം ഇപ്പം കൊറിയർ അയച്ച് വീട്ടിൽ കൊടുക്കാനാണ് അവർ പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്നും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥി സമരം. മാനേജ്മെന്റിന്റെ മാനസിക പീഡനം അസഹനീയമായതോടെ മലയാളി വിദ്യാർത്ഥികളാണ് സമരത്തിനിറങ്ങിയത്. പിന്നീട് മുഴുവൻ വിദ്യാർത്ഥികളും ചേർന്നു. മാനേജ്മെന്റ് പ്രതികാര നടപടികളുമായി എത്തിയെങ്കിലും വിദ്യാർത്ഥികൾ വിട്ടുകൊടുത്തില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. ഇതോടെ വിദ്യാർത്ഥികളെ അധികൃതർ പൂട്ടിയിടുന്ന സാഹചര്യം പോലുമുണ്ടായി. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ച സമിതിയും ലോക കേരള സഭ അംഗങ്ങളും മലയാളി അസോസിയേഷൻ ഭാരവാഹികളും മാനേജ്മെന്റുമായി ചർച്ച നടത്തി. ഇതോടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. മാനേജ്മെന്റിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഫോൺ ഉപയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുക, അധിക ഡ്യൂട്ടി അവസാനിപ്പിക്കുക, മാസത്തിലൊരിക്കൽ പുറത്തിറങ്ങാൻ അവസരം നൽകുക, കൂടുതൽ ഫാക്കൽറ്റികളെ നിയോഗിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് അംഗീകാരമായി. മനേഷ് മൂർത്തി, 24 ചെന്നൈ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നതിന് കാണാം നാളെ. ഗുഡ് നൈറ്റ്.